എല്ലാവർക്കും നമസ്കാരം. ദർശന സർവീസ് സൊസൈറ്റി നടത്തുന്ന മനസ്സിൽ ഒരു കഥ എന്ന പ്രോഗ്രാമിൽ എൻ്റെ ഒരു ചെറിയ കഥ ഞാൻ പറയാൻ പോവുകയാണ്. ഒരു ഗ്രാമത്തിൽ വളരെ മടിയനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവൻ ആരെയെങ്കിലും പറ്റിച്ച് പണം കണ്ടെത്തിയാണ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം അവൻ വെറുതെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ആപ്പിൾ തോട്ടം കണ്ടു. അവൻ ആ തോട്ടത്തിലേക്ക് കയറി ആപ്പിൾ പറിച്ച് തിന്നാൻ തുടങ്ങി. തോട്ടക്കാരൻ വന്ന് അവനെ പിടിക്കാൻ നോക്കി. അവൻ ഓടി കാട്ടിലേക്ക് കയറി. അവൻ കാട്ടിൽ കയറിയപ്പോൾ 2 കാലുകളുമില്ലാത്ത ഒരു കുറുക്കനെ കണ്ടു. അവൻ ചിന്തിച്ചു, ഈ കുറുക്കൻ 2 കാലുകളുമില്ലാതെ എങ്ങനെയാണ് ഇത്രയും നാൾ ജീവിച്ചത്? പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. അതാ ഒരു സിംഹം ഒരു ഇറച്ചിക്കഷ്ണം കടിച്ചു പിടിച്ചുകൊണ്ട് ആ കുറുക്കൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ഓടി ഒരു മരത്തിൽ കയറി. അവൻ നോക്കിയപ്പോൾ ആ സിംഹം കുറുക്കൻ്റെ മുൻപിൽ ആ ഇറച്ചിക്കഷ്ണം ഇട്ടിട്ട് പോയി. ഇത് കണ്ടപ്പോൾ അവന് മനസ്സിലായി, താൻ സൃഷ്ടിച്ച എല്ലാവരിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന്. എല്ലാവരെയും എങ്ങനെ നോക്കണമെന്ന് ദൈവത്തിനറിയാം. 2 ദിവസം അവൻ മരത്തിന് ചുവട്ടിൽ കഴിച്ചുകൂട്ടി. അതിനുശേഷം അവൻ അവിടെ നിന്ന് നടന്നു നീങ്ങി. ആരും അവനെ സഹായിച്ചില്ല. തളർന്ന് അവശനായി അവൻ നടന്നു. പോകുന്ന വഴി അവനൊരു സന്യാസിയെ കണ്ടുമുട്ടി. അവൻ നടന്ന കാര്യങ്ങളെല്ലാം സന്യാസിയോട് പറഞ്ഞു. സന്യാസി പറഞ്ഞു, ദൈവത്തിന് എല്ലാവരിലും ഒരു പദ്ധതിയുണ്ട്. നീ അത് തെറ്റായി ധരിച്ചു. ദൈവത്തിന് നീ ആ സിംഹമാകണമെന്നായിരുന്നു ആഗ്രഹം. നന്നായി ചിന്തിച്ച് നന്നായി നോക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കഥ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.